ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് ആയിരുന്നു വിക്ടേഴ്സിലുണ്ടായിരുന്നത് അല്ലേ. റീഡിനെസ് ക്ലാസ് തന്നെയായിരുന്നു. ജൂലൈ 8, 2021, അതായത് ഇന്നത്തെ ക്ലാസ്. ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ 10, 11, 12 ഈ 3 ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് 10th ചാപ്റ്റർ ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന ചാപ്റ്ററിലെ പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് അല്ലെങ്കിൽ ജനാധിപത്യവും അവകാശങ്ങളും എന്ന ചാപ്റ്റർ. ഓക്കെ, നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു നമ്മൾ 10th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഫസ്റ്റ് നമുക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ജനാധിപത്യ ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്താണെന്നാണ്. ജനാധിപത്യ നിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഭരണ വ്യവസ്ഥ എന്ന് പറയുന്നു. അതായത് ജനപ്രതിനിധികൾ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ പറയില്ലേ, അങ്ങനെയുള്ള ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയുന്നത്? എ ഗവൺമെൻറ് ഫോംഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ ഈസ് കാൾഡ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. അപ്പോൾ എന്താണ് ജനാധിപത്യ ഭരണ വ്യവസ്ഥ എന്ന് മനസ്സിലായല്ലോ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അതെന്താണ്? ഒരു വ്യക്തിയോ അതില്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. എന്താണ്? എ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഈസ് ഫോംഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് who establish power and rule the country according to their own interest. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. പിന്നെ നമ്മൾ പഠിച്ച കുറച്ച് രാജ്യങ്ങളും അവയുടെ ഗവൺമെൻറ്റിൻ്റെ രൂപവുമാണ് നമ്മൾ 10th പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അവിടെ ജനാധിപത്യേതര രാജ്യമാണോ അതോ ജനാധിപത്യ ഭരണമാണോ നടത്തുന്നത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ രാജ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ രാജ്യം ഇതാണ്, ഭൂട്ടാൻ. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ രൂപം ഏതാണ്? ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഭൂട്ടാനിൽ നടക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ് ഭൂട്ടാനിൽ നടക്കുന്നത്. ഇന്ത്യയിലോ ജനാധിപത്യ ഭരണം അല്ലെങ്കിൽ ഡെമോക്രസിയാണ് നടക്കുന്നത്. ബ്രൂണയിൽ സുൽത്താൻ ഭരണമാണ് നടക്കുന്നത് അല്ലെങ്കിൽ സുൽത്തനേറ്റ് ഭരണമാണ് നടക്കുന്നത്. മ്യാൻമറിൽ മിലിറ്ററി ഭരണമാണ് അല്ലെങ്കിൽ പട്ടാള ഭരണമാണ് നടക്കുന്നത്. ഇനി നമുക്ക് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെയും ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെയും സവിശേഷതകൾ അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ് എന്താണെന്ന് നോക്കാം. ജനാധിപത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്, പിന്നെ ജനാധിപത്യേതര ഗവൺമെൻറ് അല്ലെങ്കിൽ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റിൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമായിരിക്കും ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റിന് ഒരു ഉദാഹരണമാണ് ഇന്ത്യ എന്ന് നമ്മൾ പഠിച്ചില്ല. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമായിരിക്കും ജനാധിപത്യ ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. അഥവാ രാജവംശങ്ങളൊക്കെ ഇങ്ങനെ ഭരിക്കുന്നത് കേട്ടിട്ടില്ലേ. ഓക്കെ, അപ്പോൾ മുഗൾ രാജവംശമൊക്കെ അധികാരം പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി വരുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സവിശേഷതയുള്ള ഗവൺമെൻറ്റാണ് ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് പറയുന്നത്. പിന്നെ ജനാധിപത്യ ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകും. അതായത് ജനങ്ങൾക്ക്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മുടേതായിട്ടുള്ള റൈറ്റും അവകാശങ്ങളൊക്കെ നിയമപരമായിട്ട് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ജനാധിപത്യ ഗവൺമെൻറ്റിൽ. അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യേതര ഗവൺമെൻറ്റിലോ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഓക്കെ, രാജാക്കന്മാർ ഭരിക്കുമ്പോഴൊക്കെ അവരുടെ തീരുമാനമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ അവകാശങ്ങളൊക്കെ പരിമിതമാണ്, കുറച്ചേ കിട്ടുള്ളൂ. പിന്നെ ജനാധിപത്യ ഗവൺമെൻറ്റിലും എന്താണ്, ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? ഓരോ ഭരണത്തിൻ്റെ ഓരോ നിയമങ്ങൾ വരുമ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റിൽ അത് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ നിയമം. അതായത് ഇപ്പോൾ രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യമാണെന്ന് നോക്കുക. അപ്പോൾ
അവിടുത്തെ ഭരണാധികാരിക്ക് നിയമമൊന്നുമില്ല. കാരണം അവരാണ് അവിടെ തീരുമാനിക്കുന്നത് എന്താണ് അവിടുത്തെ നിയമം എന്ന്. ഓക്കെ, അപ്പോൾ ഇതിന് ഇംഗ്ലീഷ് നോക്കാം. ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഫോംഡ് ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് സെലക്റ്റഡ് ബൈ ദ പീപ്പിൾ. Freedom of speech and rights of the people are legally ensured. Rules are subject to law. Non-democratic government. Power is passed on hereditary or is captured. Freedom of speech and rights of the people are limited. Ruler is superior to law because the law is decided by him. അപ്പോൾ എന്താണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെയും ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെയും സവിശേഷതകളെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ നോക്കാൻ പോവാണ്, അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതെന്താണെന്ന് നോക്കാണ്. ജനാഭിലാഷം മാനിക്കുന്നു, അതായത് റെസ്പെക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾസിൻ്റെ, അതായത് ജനങ്ങളുടെ ഒപ്പീനിയനും കൂടെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അവിടെ ഭരണം നടക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, അതായത് ഓരോ മനുഷ്യർക്കും ഓരോ റൈറ്റ് ഉണ്ട്, അത് സംരക്ഷിക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ട്. പ്രൊട്ടക്ട്സ് ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. റൂളേഴ്സ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ആർ സബ്ജക്റ്റ് ടു ദ സെയിം ലോ. ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. റൂളേഴ്സ് ആർ അഡപ്റ്റഡ് ടു ദ പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകളാവുമ്പോൾ ജനാഭിലാഷം മാനിക്കും, അതുപോലെ തന്നെ അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കും. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്. പിന്നെ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ മേന്മകളാണ്, അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ്. ഓക്കെ, പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ജനാധിപത്യ ഗവൺമെൻറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ പ്രത്യേകതരമായിട്ടുള്ള ഈ മേന്മകൾ അല്ലെങ്കിൽ മെറിറ്റ്സ് ആണ് അതിന് പ്രധാന കാരണം. മെറിറ്റ്സ് ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണ് ആ ഒരു സെലക്ടിവിറ്റിന് കാരണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭിച്ച കുറച്ച് അവകാശങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ 10ാമത്തെ ചാപ്റ്ററിൽ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ജീവിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ റൈറ്റ് ടു ലീവ്, നമുക്ക് ജീവിക്കാനുള്ള അവകാശം. പിന്നെയോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നമുക്ക് പഠിക്കാനുള്ള അവകാശം. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് ഓരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ സംഘടനാ സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ജനാധിപത്യ ഗവൺമെൻറ് ഭരിക്കുന്ന ഇന്ത്യയിൽ നമുക്ക് തന്നിട്ടുള്ള അവകാശങ്ങൾ നമ്മൾ പഠിച്ചതാണ് 10ാമത്തെ ചാപ്റ്ററിൽ അല്ലേ. ഇത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് അവകാശങ്ങൾ എന്നല്ലേ. എന്താണ് അവകാശങ്ങൾ? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കാൻ, നല്ലൊരു ജീവിതം കൈവരിക്കാനും, അതുപോലെ തന്നെ തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന്, തനിക്കുള്ള ശേഷിയും കഴിവൊക്കെ വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ് റൈറ്റ്സ്? റൈറ്റ്സ് ആർ ദോസ് കണ്ടീഷൻസ് ടു ബി എൻഷ്യോർഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി ഫോർ ദ ബെറ്റർ life and opportunities for its citizens to develop their talents and potentials. ഓക്കെ, അപ്പോൾ എന്താണ് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ന് മനസ്സിലായല്ലോ. അവകാശങ്ങളെ പറ്റി പഠിച്ചു അവകാശ പത്രിക അല്ലെങ്കിൽ ദ ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്ന് പഠിച്ചു. എന്താണ് അവകാശ പത്രിക അല്ലെങ്കിൽ ദ ബിൽ ഓഫ് റൈറ്റ്സ്? യെസ്, ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലേ? അതാണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത്. എന്താണ് അവകാശ പത്രിക? ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട് അവകാശ പത്രികയായിട്ടുള്ളത് എന്താ? മൗലിക അവകാശങ്ങൾ എന്നാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത് കേട്ടോ. ദ ബിൽ ഓഫ് റൈറ്റ്സ് എന്താണ്? എവ്രി കൺട്രി ഇൻകോർപ്പറേറ്റ്സ് a list of rights in their constitution. This list is known as the Bill of
rights. The Bill of Rights in India is known by the name Fundamental Rights. Fundamental Rights അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്നാണ് ഇന്ത്യയിലെ The Bill of Rights അല്ലെങ്കിൽ അവകാശ പത്രിക അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്? മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് ദാറ്റ് എവ്രി ഹ്യൂമൻ ബീയിങ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു. ഓക്കെ, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശം? മനുഷ്യവംശത്തിൽ ഒരു അംഗമെന്ന നിലയിൽ എല്ലാവർക്കും ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ഹ്യൂമൻ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് ദാറ്റ് എവ്രി ഹ്യൂമൻ ബീയിങ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു. അതാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല എന്താണ് മനുഷ്യാവകാശം എന്ന്? 1948 ഡിസംബർ 10 നിലവിൽ വന്ന സർവ്വദേശീയ മനുഷ്യാവകാശ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ ഏതൊക്കെയായിരുന്നു നോക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം, നമുക്കായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, റൈറ്റ് ടു ഫ്രീഡം. സംഘടനാ സ്വാതന്ത്ര്യം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, അസോസിയേഷൻ്റെ ഫ്രീഡം അല്ലെങ്കിൽ സംഘടനാ സ്വാതന്ത്ര്യം. തൊഴിലവകാശം, റൈറ്റ് ടു ഒക്യുപ്പേഷൻ, ഒക്യുപ്പേഷനുള്ള അവകാശം. പിന്നെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം, റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്. സംസ്കാരം, ഭാഷ, ലിപി ഇവയൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു പ്രിസർവ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഈ ഒരു അവകാശങ്ങളായിരുന്നു അല്ലേ, ഈ അവകാശങ്ങളായിരുന്നു 1948 ഡിസംബർ 10 നിലവിൽ വന്ന സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചുള്ള നമ്മൾ പഠിച്ച അവകാശങ്ങൾ അല്ലേ. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധിയായ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലേ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. പിന്നെ കുട്ടികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയിട്ട്. പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് വുമണിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 4 എണ്ണമാണ് നമ്മൾ പഠിച്ചതില്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, പിന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, കുട്ടികളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ്, പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് വുമൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് അവകാശങ്ങളും കടമകളെയും പറ്റിയിട്ടാണ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ് അല്ലേ. അപ്പോൾ അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് നോക്കാം. സ്വാതന്ത്ര്യം എൻ്റെ അവകാശം. ഓക്കെ, അവകാശങ്ങളിലാണ് സ്വാതന്ത്ര്യം അവകാശമാണ്. പിന്നെ കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എന്താണ്? അവകാശങ്ങളിൽ പെട്ടതാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വാർദ്ധക്യം അഥവാ വയസ്സാകുമ്പോഴുള്ള സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിത്തവും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എന്താണ്? അവകാശങ്ങൾ, നമ്മുടെ അവകാശങ്ങളിൽ പെട്ടതാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ അവകാശങ്ങൾ എന്തെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? എനിക്ക് അവകാശമുണ്ട്. അതൊക്കെ അവകാശങ്ങളിൽ പെട്ടതാണ്. ഇനി കടമകൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കാം. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എൻ്റെ കടമയാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൂടി നൽകുന്നത് നമ്മുടെ കടമയിൽ പെട്ടതാണ്. എന്നെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. കടമകളിൽ പെട്ട ഒന്നാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. പിന്നെ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണ്. അതായത് അവർക്ക് വയസ്സാകുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എൻ്റെ കടമയാണ്. സ്കൂളത്തെ നിയമങ്ങൾ അനുസരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പിന്നെ രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. അഥവാ രാഷ്ട്രം സേവിക്കുന്നതും അതുപോലെ തന്നെ സമൂഹത്തിനെ സേവിക്കുന്നതും എന്താണ്? നമ്മുടെ കടമയിൽ പെട്ടതാണ്. എന്താണ് അവകാശങ്ങൾ, കടമകൾ എന്ന് വ്യക്തമായി മനസ്സിലായില്ലേ. അപ്പം നമുക്കിതിന് ഇംഗ്ലീഷ് നോക്കാം. റൈറ്റ്സ്. ഫ്രീഡം ഈസ് മൈ റൈറ്റ്. ആസ് എ ചൈൽഡ്, പ്രൊട്ടക്ഷൻ ഈസ് മൈ റൈറ്റ്. കെയർ ഇൻ ഓൾഡ് ഏജ് ഈസ് ദ റൈറ്റ് ഓഫ് പാരൻസ്. Education and basic facilities for education is my right. In case of violation of my rights, I have the right to seek remedies. Ni duties ആണ്. Duties. Sharing my freedom with other is my duty. To protect me is the duty of my parents. To give my parents due care in old age is my duty.
To obey the rules of the school is my duty. Service of the state and the society is my duty. അപ്പോൾ ഇതൊക്കെ ഡ്യൂട്ടീസിലും റൈറ്റ്സിലും പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും പഠിച്ചു, മലയാളത്തിലുള്ളതും പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ്സും ഡ്യൂട്ടീസും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് 11ാമത്തെ പാഠമാണ് സമൂഹ ജീവിതത്തിലെ വൈവിധ്യം അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഗോത്ര സമൂഹം അല്ലെങ്കിൽ ട്രൈബിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഗോത്ര സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം. എന്താണ് ട്രൈബ്? ഒരു പൊതുപ്രദേശത്ത്, അതായത് ഒരു പൊതുവായിട്ടുള്ള പ്രദേശത്ത് താമസിക്കുകയും അതുപോലെ തന്നെ തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം എന്ന് പറയുന്നത്. എന്താണ് ട്രൈബ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ who live in a particular area and speak a language unique to them is called tribe. എന്താണ് ട്രൈബ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഗോത്ര സമൂഹം അല്ലെങ്കിൽ ട്രൈബ്. പിന്നെ നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ പട്ടികജാതിയെ പറ്റിയിട്ടാണ് നോക്കിയത്. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി 35ഓളം ഗോത്ര സമൂഹങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ നമ്മളോട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 6ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരൊക്കെ അല്ലെ. പട്ടികജാതി വർഗ്ഗങ്ങളുടെ പേരൊക്കെ 35ഓളം പേരുകൾ നമ്മൾ പഠിച്ചു. ആസ് പെർ ദ 1976 അമെൻഡ്മെൻറ്റ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് ദർ ആർ 35 ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കേരള. ഓക്കെ, അപ്പോൾ 35ഓളം വിവിധ ഭാഗങ്ങളിലായിട്ട്, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് 35ഓളം ഗോത്ര സമൂഹങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ മലയ വിഭാഗക്കാർ ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ വേണ്ടിയാർ എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ വൈഫ് എന്നാണ് വേണ്ടിയാറിൻ്റെ അർത്ഥം. പിന്നെ വേതാര് എന്ന് പറഞ്ഞാൽ, വേതാര് പറഞ്ഞാൽ ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൻ എന്ന് പറയുന്നത് അച്ഛൻ അല്ലെങ്കിൽ ഫാദർ എന്നാണ് മീനിങ് വരുന്നത്. പേപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ. പേപ്പൻ, അപ്പൂപ്പൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെയാണ് പേപ്പൻ എന്ന് പറയുന്നത്. പിന്നെ മോളാര് എന്ന് പറഞ്ഞാൽ മകളാണ് കേട്ടോ, ഡോട്ടർ എന്ന് പറയില്ലേ, മകൾ. ഓക്കെ, മോളാര്. മോനാര് എന്ന് പറഞ്ഞാൽ മകൻ അല്ലെങ്കിൽ സൺ എന്നാണ് അർത്ഥം. ആച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി അല്ലെങ്കിൽ സിസ്റ്റർ. ചാട്ടൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ബ്രദർ, ചേട്ടൻ പറയല്ലോ, അതാണ് ചാട്ടൻ എന്നുള്ളതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പദങ്ങളുടെ മീനിങ് നമുക്ക് മനസ്സിലായല്ലോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ചില തൊഴിലുകളെ പറ്റിയിട്ടാണ് കേട്ടോ. മൺപാത്ര നിർമ്മാണം അല്ലെങ്കിൽ പോട്ടറി മേക്കിംഗ് ആണ് ഒരു ഇത് കേട്ടോ. അല്ലെങ്കിൽ സം ഓഫ് ദ ഓക്യുപ്പേഷൻസ് ദാറ്റ് വർ പ്രിവാൽഡ് ഇൻ വില്ലേജസിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിലനിന്ന ചില തൊഴിലുകളിൽ ഒന്നാണ് മൺപാത്ര നിർമ്മാണം അല്ലെങ്കിൽ പോട്ടറി മേക്കിംഗ്, ഹാൻഡിക്രാഫ്റ്റ്സ് മേക്കിംഗ്, കരകൗശല വസ്തു നിർമ്മാണം, പിന്നെ തുണി നെയ്ത്ത്, വേവിങ്. ഇതൊക്കെ എന്താണ് ഗ്രാമങ്ങളിൽ നിലനിന്ന ചില തൊഴിൽ വിഭാഗങ്ങളാണ്. നമ്മൾ നഗരസമൂഹം അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് പഠിച്ചു. വൈവിധ്യങ്ങളുടെ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ് നഗരസമൂഹം അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റി. പിന്നെ പലവിധ തൊഴിലുകളുടെ ദേശം, ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഓക്യുപ്പേഷൻസ്. പിന്നെ വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രം, സെൻറ്റർ ഓഫ് ലാർജ് ബിൽഡിംഗ്. പിന്നെ നാഗരിക ജീവിത രീതികൾ അല്ലെങ്കിൽ അർബൻ ലൈഫ് സ്റ്റൈൽസ്. പിന്നെ കൂടുതൽ ജനസാന്ദ്രത അല്ലെങ്കിൽ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി, ചേരി പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്ലംസ്. ഇതൊക്കെ നഗരസമൂഹം അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ പെക്യുലാരിറ്റീസ് ആണ്. ഇനി നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്റർ ഗിഫ്റ്റ് ഓഫ് ദ നാച്ചർ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. പ്രകൃതിയുടെ വരദാനം. ഓക്കെ, ആദ്യം നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത നൗറോ എന്ന് പറഞ്ഞിട്ടുള്ള എന്നൊരു രാജ്യത്തിൻ്റെ വിവരണത്തോടെയായിരുന്നു നമ്മുടെ ഗിഫ്റ്റ് ഓഫ് ദ നാച്ചർ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. അതിലൂടെ നമ്മൾ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് എന്താണെന്ന് പഠിച്ചു. എന്താണ് വിഭവങ്ങൾ? പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യനും ഉപയോഗപ്രദവുമായ വസ്തുക്കളെയാണ് വിഭവങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കളെയാണ് വിഭവങ്ങൾ അല്ലെങ്കിൽ എന്ന് പറയുന്നത്, റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, those things useful to man and obtained from nature are called resources. അപ്പോൾ എന്താണ് റിസോഴ്സസ്, വിഭവങ്ങൾ എന്ന് മനസ്സിലായല്ലോ. ടീച്ചർ നമുക്ക് പ്രകൃതി വിഭവങ്ങളുടെ ചിത്രമാണ് കാണിച്ചു തന്നത്. എന്താണ് പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ്? പ്രകൃതി വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗ്യവുമായ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, ദ തിങ്സ് ഡയറക്ട്ലി ഒബ്റ്റൈൻഡ് ഫ്രം നാച്ചർ ആൻഡ് ആർ യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സസ്. എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് മനസ്സിലായല്ലോ.
പിന്നെ നമ്മൾ ജൈവ വിഭവങ്ങളെ പറ്റിയിട്ടും അജൈവ വിഭവങ്ങളെ പറ്റിയിട്ടും പഠിച്ചു. നമുക്ക് കിട്ടുന്ന റിസോഴ്സസിൽ ചിലത് ജീവനുള്ളതും അല്ലെങ്കിൽ ചിലത് അജൈവം അല്ലെങ്കിൽ ജീവനില്ലാത്തതുമായിരിക്കും. അപ്പോൾ എന്താണ് ജൈവ വിഭവങ്ങളും അല്ലെങ്കിൽ അജൈവ വിഭവങ്ങളും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്തവയെ അജൈവ വിഭവങ്ങളെന്നും പറയുന്നു. ഓക്കെ, ജീവനുള്ളതിനെ ജൈവ വിഭവങ്ങൾ, ജീവനില്ലാത്തവന് എന്താണ് പറയുക, അജൈവ വിഭവങ്ങളെന്നും പറയുന്നു കേട്ടോ. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് റിസോഴ്സസ് ആണ്. ദ ലിവിങ് റിസോഴ്സസ് ആർ കാൾഡ് ബയോട്ടിക് റിസോഴ്സസ് ആൻഡ് നോൺ ലിവിങ് റിസോഴ്സസ് ആർ കാൾഡ് എബയോട്ടിക് റിസോഴ്സസ്. ഓക്കെ, എന്താണ് അബയോട്ടിക് റിസോഴ്സസ് അല്ലെങ്കിൽ ബയോട്ടിക് റിസോഴ്സസ് എന്നൊക്കെ പഠിച്ചല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ എക്കാലത്ത് ലഭ്യമായ വിഭവങ്ങളും അതുപോലെ തന്നെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളെ പറ്റിയിട്ടും പഠിച്ചു അല്ലേ. അപ്പോൾ എന്താണ് എക്കാലത്ത് ലഭ്യമായ വിഭവങ്ങൾക്ക് പറയുന്ന പേര്? പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. എക്കാലത്ത് ലഭ്യമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. പിന്നെ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾക്കാണ് ഉപയോഗത്തിന് അനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങളാണെന്ത്? പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? The renewable resources എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ റിസോഴ്സസ് ആർ അവൈലബിൾ അറ്റ് ഓൾ ടൈംസ്, എല്ലാ സമയത്തും കിട്ടുന്ന റിസോഴ്സസ്. ദിസ് റിസോഴ്സസ് ആർ കാൾഡ് റിന്യൂവബിൾ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്തൊക്കെയാണ്? സം അതർ റിസോഴ്സസ് ആർ ഗെറ്റ് എക്സിസ്റ്റ് വിത്ത് യൂസ്. ദിസ് റിസോഴ്സസ് ആർ നോൺ ആസ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് എക്കാലത്ത് ലഭ്യമായ വിഭവങ്ങളുടെ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എവർ അവൈലബിൾ റിസോഴ്സസിൻ്റെ ഉദാഹരണങ്ങളും അതുപോലെ തന്നെ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ എക്സസ്റ്റിബിൾ റിസോഴ്സസിൻ്റെ പേരും നമുക്ക് നോക്കാം. ഓക്കെ, എക്കാലത്ത് ലഭ്യമായ വിഭവങ്ങൾ ഏതൊക്കെയാണ്? എവർ അവൈലബിൾ റിസോഴ്സസ്, കാറ്റ്, വിൻഡ്. ഓക്കെ, കാലത്ത് ലഭിക്കുന്നതാണ് ജലം, വെള്ളം. ഓക്കെ, വാട്ടർ. സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ് എക്കാലത്തും നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ പെട്ടതാണ്. പിന്നെ മണ്ണ് അല്ലെങ്കിൽ സോയിൽ, ഇതൊക്കെ എക്കാലത്തും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ഇനി ഉപയോഗത്തിന് അനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ എക്സസ്റ്റിബിൾ റിസോഴ്സസ് ഏതൊക്കെയാണ്? കൽക്കരി അല്ലെങ്കിൽ കോൾ, പിന്നെ ഇരുമ്പയിര്, അയൺ ഓർ, പെട്രോളിയം, വനം, ഫോറസ്റ്റ്, പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഇതൊക്കെയാണ് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്ന വിഭവങ്ങൾ. ഇനി എന്താണ് വിഭവ ശോഷണം അല്ലെങ്കിൽ റിസോഴ്സ് ഡിപ്ലറ്റേഷൻ എന്ന് നോക്കാം. ഓക്കെ, അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം. അല്ലെങ്കിൽ അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം അല്ലെങ്കിൽ റിസോഴ്സ് ഡിപ്ലേഷൻ. ഓക്കെ, ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് deterioration in the quality of resources due to reckless usage is called resources depletion. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാൻ ഉള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം. എന്താണ് വിഭവ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വം? വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനഃസ്ഥാപിക്കപ്പെടാൻ ഉള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ്. ജുഡീഷ്യസ് ആൻഡ് കെയർഫുൾ യൂസ് ഓഫ് റിസോഴ്സസ് ആസ് വെൽ ആസ് ഗിവിംഗ് എനഫ് time for them to replenish can conserve natural resources. Okay, അപ്പോൾ ഇനി അടുത്തതൊരു വർക്ക്ഷീറ്റ് ആയിരുന്നു. അമിത വിഭവ ഉപയോഗം, വിഭവ സമ്പത്ത്, ബദൽ മാർഗങ്ങൾ, ഇങ്ങനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അമിത വിഭവ ഉപയോഗത്തിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, വിഭവ സമ്പത്തിൽ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബദൽ മാർഗങ്ങളിൽ അത് ഇതാക്കാനുള്ള റെമഡീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൂരിപ്പിക്കല്ല, ചേരുംപടി ചേർക്കാനാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയല്ലേ നമുക്ക് ചേരുംപടി ഓൾറെഡി ചേർത്ത് തന്ന ഒന്നുണ്ട് അല്ലേ? ഏതാണ്? കുറേ ട്രാഫിക് ബ്ലോക്കായി കിടക്കുന്ന ഒരു സ്ഥലം, അവിടെ വായു സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷം, വായു സമ്പത്ത്. പിന്നെ അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ്? പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക, അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് എന്തെഴുതാം? ഒരാൾക്ക് മാത്രമായിട്ട് കാറ് ഉപയോഗിക്കാതിരിക്കുക അല്ലേ? ഇതൊരു പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതെഴുതാം. അതായത് വായു സമ്പത്ത്, അന്തരീക്ഷം മലിനീകരണം നമുക്ക് കുറയ്ക്കണം, അതിനുള്ളൊരു ഇതാണ് ഒരാൾക്ക് മാത്രമായിട്ട് കാർ ഉപയോഗിക്കാതിരിക്കുക അല്ലേ? അപ്പോൾ ഇനി അടുത്തത് നമുക്ക്
ഫസ്റ്റത്തെ വിഭവസമ്പത്തിലെ ജലസമ്പത്തിനെ പറ്റിയിട്ട് ഒന്ന് ചേരുംപടി ചേർക്കാം. ഈ വിഭവസമ്പത്തിൽ ജലസമ്പത്തിൻ്റെ അല്ലെങ്കിൽ ജലാശയങ്ങളെ പറ്റിയിട്ടുള്ള ഇതിൽ അമിത വിഭവ ഉപയോഗത്തിൽ ലാസ്റ്റാണ് ഇതിനോട് യോജിച്ചതുള്ളത് അല്ലേ. അപ്പോൾ അത് നേരെ ഒരു വര വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബദൽ മാർഗ്ഗങ്ങൾ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് കേട്ടോ. ബദൽ മാർഗ്ഗങ്ങളിൽ എന്തുണ്ട്? ശുദ്ധജലം പാഴാക്കാതിരിക്കുക, മഴവെള്ള കൊയ്ത്ത് പോലുള്ള ജലസംരക്ഷണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. പിന്നെ നമുക്ക് എന്തെഴുതാം? ഭൂഗർജല തോത് കൂട്ടുക എന്നെഴുതാം അല്ലേ. ഇനി വിഭവ സംഭവത്തിൽ വനസമ്പത്ത്, ഓക്കെ, വനങ്ങൾ എന്നുള്ള ഭാഗം നോക്കാം. അതിൽ നമ്മൾ അമിത വിഭവ ഉപയോഗത്തിൽ മൂന്നാമത്തേതാണ് അതിനോട് യോജിച്ചതുള്ളത് അല്ലേ. ഇനി ബദൽ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ റെമഡീസ് നോക്കൂ. വനനശീകരണം തടയുക, തരിശുഭൂമികളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ എന്തെഴുതാം? ഇനി എന്തെഴുതാം? സാമൂഹിക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. പിന്നെ അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഊർജ്ജ സമ്പത്ത്, ഊർജ്ജ ഉറവിടങ്ങളാണ്. അടുത്ത അമിത വിഭവ ഉപയോഗത്തിൽ ഫസ്റ്റത്തെ സെലക്ട് ചെയ്യാം. പിന്നെ വൈദ്യുതി, ബദൽ മാർഗ്ഗങ്ങൾ, വൈദ്യുതി ഉപകരണങ്ങളും പിന്നെ ലൈറ്റുകളും ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുക. പിന്നെയോ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായ സൂര്യപ്രകാശം, കാറ്റ് മുതലായവയെ കൂടുതൽ ആശ്രയിക്കുക. പിന്നെന്തെഴുതാം? കാലപ്പഴക്കമുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് വായിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അടുത്ത് നമ്മൾ നോക്കുന്നത് വിഭവ സംരക്ഷണവും ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമങ്ങളുമാണ് കേട്ടോ. റിസോഴ്സസ് കൺവേർസേഷൻ ആൻഡ് ആക്ട്സ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. ഓക്കെ. പരിസ്ഥിതി സംരക്ഷണ നിയമം, നാച്ചർ കൺസർവേഷൻ ആക്ട്. ഇവിടെ പറയുന്ന വിഭവ സംരക്ഷണം ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമങ്ങളെ പറ്റിയിട്ടാട്ടോ. നാച്ചർ കൺസർവേഷൻ ആക്ട്, പിന്നെ ജലനിയമം, വാട്ടർ ആക്ട്, നെൽവയൽ സംരക്ഷണ നിയമം, ആക്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, തണ്ണീർത്തട സംരക്ഷണ നിയമം, ആക്ട് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് വെറ്റ് ലാൻഡ്സ്. ഒക്കെ ഇതൊക്കെയാണ് വിഭവ സംരക്ഷണം ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമങ്ങൾ. ഇതാണ് സുസ്ഥിര വികസനം എന്നാണ് നോക്കുന്നത്. വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് compromising the right of future generations to fulfill their needs is termed as sustainable development. സുസ്ഥിര വികസനം സാക്ഷാത്കരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഊർജ്ജ ഉപയോഗം കുറയ്ക്കുക, കവറുകൾക്ക് പകരം തുണിസഞ്ചികൾ ഉപയോഗിക്കുക, പുനരുപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കൾ അങ്ങനെ പ്രയോജനപ്പെടുത്തുക, ആവശ്യത്തിന് മാത്രം വിഭവങ്ങൾ ഉപയോഗിക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങാം, സംരക്ഷിക്കാം. പിന്നെ ഓരോ ചെറുകാൽ വയ്പ്പുകളിലൂടെയും വലിയ മാറ്റങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം. അതിലേക്കും ബൈ.